ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് അൺബോക്സിങ് ചെയ്യാനും പരിചയപ്പെടാനും പോകുന്നത് നമ്മുടെ DJIന്റെ Pocket 3 എന്ന് പറഞ്ഞ ഒരു വ്ളോഗിങ് ക്യാമറ എന്ന് വേണമെങ്കിൽ പറയുന്നത്. ആക്ഷൻ ക്യാമറ എന്ന് പറയാൻ പറ്റില്ല ഇതിന്. ഇതിൽ 1 ഇഞ്ച് സെൻസറൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നല്ല ഡീറ്റെയിൽ വീഡിയോ ക്വാളിറ്റിയാണ്. നിങ്ങൾ ഫോണിലൊക്കെ റെക്കോർഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, പ്രത്യേകിച്ച് വ്ളോഗിങ് ടൈമിലൊക്കെ ഫോണിലൊക്കെ റെക്കോർഡ് ചെയ്യുന്നത്, അതായത് ഐഫോണിലും അതുപോലെ തന്നെ അങ്ങനത്തെ സ്മാർട്ട് ഫോണിലൊക്കെ റെക്കോർഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് മാറുമായിരിക്കും നല്ലത്. എന്ന് വെച്ചാൽ ഫോണിനോട്ടൊക്കെ കിടിലൻ ക്വാളിറ്റിയാണ് സാധനം തരുന്നത്. 1 ഇഞ്ചിൻ്റെ സെൻസറാണ് വരുന്നത്. ഫോണിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ മിറർലെസ് ക്യാമറയുടെയും ഇടയിലായിട്ട് വരും ക്വാളിറ്റി നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത വരുന്നത്. ഇത് ആക്ച്വലി ഭയങ്കര ഡിമാൻഡുള്ള ഒരു സാധനമാണ്. ഭയങ്കര ഏത് നേരം ഔട്ട് ഓഫ് സ്റ്റോക്കും ഇപ്പോൾ ആക്ച്വലി ആമസോണിൽ അവൈലബിൾ ആണ്. ആമസോണിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. DJI നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വാറണ്ടി കിട്ടണമെങ്കിൽ ഇവരുടെ കുറച്ച് ഒഫീഷ്യൽ പാർട്ട്നേഴ്സ് ഉണ്ട്. അവിടെ ത്രൂ മാത്രം വാങ്ങിച്ചാൽ മാത്രമേ നമുക്ക് വാറണ്ടി കിട്ടുള്ളൂ. ഇപ്പോൾ ആമസോൺ ആണെങ്കിൽ നമുക്ക് ക്ലിക്ക് ടെയിൽസ് എന്ന് പറഞ്ഞൊരു സെല്ലർ ഉണ്ട്, അവരാണോ നോക്കണം. ഫ്ലിപ്കാർട്ട് ആണെങ്കിൽ റീറ്റെയിൽ നെറ്റ് ആണോ നോക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ ഓഫ്ലൈൻ ആണെങ്കിൽ അവർക്ക് ആക്ച്വലി കസ്റ്റമർ കെയർ നമ്പറൊക്കെ ഉണ്ട്. ഇന്ത്യയിൽ ആകെ ഒരെണ്ണമല്ലോ അവർക്ക് സർവീസ്, ആകെ പൂനെയിലോ സംതിങ് ആണ്. നമ്മളത് അങ്ങോട്ട് അയച്ചു കൊടുക്കുന്നത്. ഒരു മോസ്റ്റ്ലി 90% റീപ്ലേസ്മെന്റ് ആണ് ചെയ്തു തരിക. അപ്പോൾ ഇമ്പോർട്ടഡ് DJI ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാറണ്ടി കിട്ടില്ല. അപ്പോൾ ഡിസൈൻ ഇൻഫോ സൈറ്റുകളൊക്കെ ഉണ്ട്. ഞാൻ അതിൽ നിന്ന് സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ആക്ച്വലി DJIന്റെ കസ്റ്റമർ കെയറായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞാൽ അത് അവർ റെഗുലർ ഡയറക്റ്റ് പാർട്ണർ അല്ല, അവർ സെല് ചെയ്യുന്നത് ഒഫീഷ്യൽ ഇന്ത്യൻ പ്രൊഡക്റ്റ് അല്ല. ഇന്ത്യൻ പ്രൊഡക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ തിരിച്ചറിയാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്റ്റിക്കർ ഉണ്ടാവുമല്ലോ, ഒരു QR കോഡൊക്കെ വെച്ചിട്ട് 1 ഇയർ വാറണ്ടി, ഡിജിടെക് ഇന്ത്യ വേണ്ടിയിട്ട് DJI ഇന്ത്യ വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റിക്കർ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് അറിയാൻ പറ്റുള്ളൂ അത് ഒറിജിനലാണ് അല്ലെങ്കിൽ ഒറിജിനൽ അല്ല, ഇന്ത്യൻ വേരിയൻ്റ് ആണ്. പിന്നെ ബാക്കിൽ നമുക്ക് അതിൻ്റെ MRP ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാം. ഇതിൽ ഭയങ്കര ലൈറ്റ് വരുന്നുണ്ട്. ഞാനതൊന്ന് ഭയങ്കര ലൈറ്റ് ഒന്ന് കുറയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണുമല്ലോ. വൈറ്റ് ബോക്സ് ആയതുകൊണ്ടേ ഇപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടായിരിക്കും. ഇതുപോലെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കാണുന്നത്. ഇത് നമ്മുടെ ഇതല്ല കേട്ടോ, എന്താണ് കോംബോ പാക്ക് എന്ന് പോകുമ്പോൾ അതിൻ്റെ ഒരു കണ്ടന്റ് ക്രിയേറ്റർ കോംബോ ഒരു സാധനം ഉണ്ട് ഇവരുടെ. അതിൽ നമുക്ക് ഒരു മൈക്കും അതുപോലെ തന്നെ പിന്നെ ഒരു ബാറ്ററിയുടെ ഒരു പവർ ബാക്കപ്പ് പോലത്തെ ഒരു സ്റ്റാൻഡ് ഉണ്ട്. അങ്ങനത്തെ കുറച്ച് 2-3 സാധനങ്ങളുണ്ട്. ഇപ്പോൾ ആക്ച്വലി അത് നിങ്ങൾ വാങ്ങിക്കേണ്ട ആവശ്യമില്ല, നഷ്ടമാണ്. അതിന് ഓൾമോസ്റ്റ് 10,000 രൂപ 15,000 രൂപ കൂടുതൽ. ഇതിന് നമുക്ക് 49,000 രൂപയാണ് ആമസോണിലെ കയ്യിലുള്ള സാധനം. മച്ചേനാകുമ്പോൾ നമുക്ക് 69,000 ആണ്, 70,000 രൂപ വരും. അപ്പോൾ ഓൾമോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ട് 10-20,000 രൂപ ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ അത് ശരിക്കും വെറുത്തല്ല. എന്ന് വെച്ചാൽ നമുക്ക് ഈ സാധനത്തിലുണ്ടല്ലോ, നമുക്ക് DJIന്റെ മൈക്ക് മിനി എന്ന് പറഞ്ഞ സാധനമൊക്കെ ഉണ്ട്. ഇപ്പോൾ അതിനൊക്കെ നമുക്ക് 5,000 രൂപയ്ക്കൊക്കെ നമുക്ക് ആ റിസീവർ മാത്രം അല്ലെങ്കിൽ ട്രാൻസ്മിറ്റർ മാത്രമായിട്ട് കിട്ടും. അത് ആക്ച്വലി നമുക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ DJIന്റെ ഞാൻ DJIന്റെ കുറച്ച് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ആക്ഷൻ 4 കണക്ട് ചെയ്യാൻ പറ്റും, ആക്ഷൻ 5 കണക്ട് ചെയ്യാൻ പറ്റും, ആക്ഷൻ 2 പറ്റില്ല കേട്ടോ. ബാക്കി എല്ലാത്തിലും നമുക്ക് പറ്റും. അപ്പോൾ ശരിക്കും അത് നഷ്ടമാണ്. ആ മൈക്കിന് വേണ്ടിയാണെങ്കിൽ നിങ്ങളത് വാങ്ങിക്കണ്ട. ഇങ്ങനത്തെ നോർമൽ സാധനം വാങ്ങിച്ചിട്ട് DJIന്റെ മൈക്ക് മിനി വാങ്ങിച്ചാൽ മതി. അതിൻ്റെ ട്രാൻസ്മിറ്ററും റിസീവറുള്ള ഒരെണ്ണം അതിൽ വാങ്ങിയാൽ തന്നെ 8,500 സംതിങ് റേഞ്ച് വരുള്ളൂ. അപ്പോൾ അതാണെങ്കിൽ നിങ്ങൾക്ക് ക്യാമറയിൽ ഉപയോഗിക്കാം. മറ്റേത് ആകെ ട്രാൻസ്മിറ്റർ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ അത് നഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. രണ്ടും ആക്ച്വലി ഇപ്പോൾ ആമസോണിൽ സ്റ്റോക്ക് ഉണ്ട്. ആരെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചാടി കയറി വാങ്ങിക്കാൻ നോക്കണ്ട. ആമസോൺ ഫ്ലിപ്കാർട്ടിലൊക്കെ നമുക്ക് ക്രിയേറ്റർ കോംബോ മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ലേറ്റായി. ഇനി നമുക്ക് എന്തായാലും ഇതിൽ നമുക്ക് DJI Mimo എന്ന ആപ്പ് ത്രൂ നമ്മൾ കൺട്രോളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്യാം. ഇപ്പം തന്നെ നമുക്ക് അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ട്. ഇതിൽ കട്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും കട്ടർ എവിടെയാ, ഒരു മിനിറ്റേ. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് കട്ട് ചെയ്യാം. ഇതിൻ്റെ പുറത്താണ് ഈ സാധനം കേട്ടോ. ഈ പ്ലാസ്റ്റിക് കോട്ടിങ് ഇല്ലെങ്കിൽ നമുക്കിത് അറിയാൻ പറ്റില്ല എന്തിനാണോ, അതോ ഫോറിൻ ഗ്ലോബൽ പ്രോഡക്റ്റ് ആണോ. ഇന്ത്യനാണെങ്കിൽ ഈ സ്റ്റിക്കർ ഉണ്ടാവുള്ളൂ. കണ്ടു, ഇതുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ വാറണ്ടി ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് മെയിൻ പ്രോബ്ലം. ഇപ്പോൾ ഞാൻ ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഈ സാധനമല്ലോ, ഹോളി ലാൻഡിൻ്റെ മൈക്ക്, ഇത് ആരും ഇനി വാങ്ങിക്കരുത് കേട്ടോ. ഇത് ഇന്ത്യയിൽ സർവീസ് ഇല്ല. എൻ്റെ ഇതൊരു ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഞാൻ ഹോളി ലാൻഡിൻ്റെ സർവീസ് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ ഇന്ത്യയിൽ ഇതൊക്കെ നിർത്തിപ്പോയി, ഇനി നിങ്ങൾ ഫ്ലിപ്കാർട്ടും ഇവിടെ നിന്ന് ഓഫ്ലൈനൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ സർവീസ് കിട്ടില്ല. അപ്പോൾ എനിക്ക് ഇത് അണ്ടർ വാറണ്ടി ആയിരുന്നു. 11 മാസം ആയിട്ടുണ്ടായിരുന്നു. 1 മാസം കൂടി ഉള്ള വാറണ്ടി ലെഫ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആക്ച്വലി ആമസോണിനെ കോൺടാക്ട് ചെയ്തു. അവർ പറഞ്ഞ് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതായതുകൊണ്ട് തന്നെ ഒരു റീഫണ്ട് തരാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വേറെ അവിടെ നിന്നൊക്കെ ആണെങ്കിൽ ഫ്ലിപ്കാർട്ടൊക്കെ ആണെങ്കിൽ പിന്നെ ദൂരം എടുത്ത് കളയാം. ഓഫ്ലൈൻ ആണെങ്കിലും നമുക്ക് കിട്ടില്ല. എന്ന് വെച്ചാൽ 11 മാസമായില്ലേ. അപ്പോൾ നമ്മളിത് അൺബോക്സിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സീലിംഗ് കാര്യങ്ങളൊക്കെ കാണാം. നമ്മുടെ വൈറ്റ് ബോക്സ് ആയതുകൊണ്ടേ ഇത് നമ്മുടെ ഭയങ്കരമായിട്ട് ഇത് വരും. അപ്പോൾ ഞാൻ ഇത് തുറന്നു വിട്ടാം. ഇതേ പരിപാടി തന്നെയാണ് നമുക്കിപ്പോൾ എല്ലാത്തിലും. ഇത് എനിക്ക് തോന്നുന്നു പൊന്തിക്കണതാണെന്നുണ്ട്. ചെറിയൊരു ഇടി കിട്ടിയിട്ടുണ്ട് ഇവിടെ, ഒരു ഞാണെങ്കിലും ഉണ്ടോ. അല്ലാത്ത വേറെ ഡാമേജ് ഒന്നും കാണാനില്ല. അപ്പോൾ ഞാനത് കട്ട് ചെയ്തു. നമുക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൽ കേസും നമ്മുടെ ക്യാമറ സംഭവങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം കുറച്ച് വെയിറ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ഒന്നുമല്ല. പിന്നെ നമുക്ക് ഒരു എക്സ്ട്രാ ഒരു ബോക്സ് വരുന്നുണ്ട്. ഇതിലെന്താ നമുക്ക് നോക്കി നോക്കാം. പിന്നെ നമുക്ക് DJIന്റെ കുറേ ബുക്ക്ലെറ്റ്സുകളുണ്ട്.
ഇതെന്താ സ്റ്റിക്കർ ഉണ്ട്, ഇതാ ഒരു സ്റ്റിക്കർ, പിന്നെ ഇതെന്താ ഒരു പോക്കറ്റ് ത്രീൻ്റെ ഒരു പ്രൊട്ടക്റ്റീവ് കവറിൻ്റെ ഒരു യൂസർ മാനുവൽ, പിന്നെ എന്തുണ്ടല്ലോ, പിന്നെ ഒരു വേറെ എന്തൊക്കെ ഇതും യൂസർ മാനുവൽ തന്നെയാണ്. ഇത് വേണ്ട നമുക്ക്, അത് മാറ്റി വെച്ചു. നമ്മൾ ഇത് മാറ്റി വെച്ചു, സ്റ്റിക്കറും മാറ്റി വെച്ചു. പിന്നെ നമുക്കൊരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് ഉണ്ട്, ഇതാ ഉണ്ടോ. പിന്നെ നമുക്കൊരു ഇതെന്താ ആപ്പിൻ്റെ DJI സ്റ്റോറിൻ്റെ, DJI സ്റ്റോർ നമുക്ക് ഇന്ത്യയിലില്ലല്ലോ, DJI ഇന്ത്യ സ്റ്റോർ എന്നൊരു സാധനം ഉണ്ട്, പക്ഷേ അതിൽ മിക്കതെല്ലാം ഔട്ട് സ്റ്റോക്കാണ്. അതാണ് ഒഫീഷ്യൽ സാധനം കേട്ടോ, അവരാണ് കസ്റ്റമർ കെയർ ഒക്കെ ചെയ്യുന്നത്. പിന്നെ DJI പോക്കറ്റിൻ്റെ ഒരു സേഫ്റ്റി ഗൈഡ് എന്നൊരു ബുക്ക്ലെറ്റ് ഉണ്ട്. ഇത്രയാണ് ഇതിൽ കിടക്കുന്ന സംഭവങ്ങൾ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ സാധനത്തിൽ എന്താ ഉള്ളത് നോക്കി നോക്കാം. ഇതിലെനിക്ക് ടാഗും സംഭവങ്ങളൊക്കെ ആയിരിക്കും. ഫസ്റ്റ് തന്നെ ഒരു സിലിക്ക ജെല്ലുണ്ട്, പിന്നെ അപ്പുറത്തെ സൈഡിലാട്ടോ, ഈ സൈഡിലൊന്നും വരുന്നില്ല. നമുക്ക് ആദ്യം തന്നെ ഒരു അക്സസറി എന്തോ കിട്ടുന്നുണ്ട്. ഇതെന്താ സംഭവം? ഇത് നമുക്ക് ആ ട്രൈപോഡിൽ കണക്ട് ചെയ്യാനുള്ള താഴത്തെ മൗണ്ട് ഇല്ലേ, ആ സാധനം ഉണ്ട്. നമ്മൾ വീഡിയോയിലൊക്കെ കാണുമ്പോഴത്തെ പോലെ അത്ര വലുതല്ല കേട്ടോ, ഈ സാധനം ഭയങ്കര ചെറുതാണ്. പിന്നെ ഒരു പൗച്ച് അയ്യോ ഇത് പോയി. ഒരു ടൈപ്പ് സി ടു ടൈപ്പ് സി കേബിൾ ഉണ്ട്, അത് നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, അത്രയും ഉള്ളൂ കേട്ടോ. പിന്നെ എന്താ നിലത്തേക്ക് പോയത് ഒരു ലാൻഡ് യാർഡാണ്, ഇത് ആവശ്യം വരും എന്തായാലും. അപ്പോൾ അതാണ് നമുക്ക് ഇതിൽ വരുന്നത്. മെമ്മറി കാർഡൊക്കെ നമ്മൾ സെപ്പറേറ്റ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആക്ച്വലി സാംസങ്ങിൻ്റെ ഒരു മെമ്മറി കാർഡ് വാങ്ങിച്ചിട്ടുണ്ട്, Vivo Plus ആണ് സാധനം, 64 GB. എൻ്റെ ആക്ഷൻ 4 കിടക്കുന്നതും സാംസങ്ങിൻ്റെ തന്നെയാണ്, അല്ല സാംസങ്ങിൻ്റെയാണ്. ആദ്യം എക്സ്ട്രീം പ്രോ ആയിരുന്നു, പിന്നെ അത് കംപ്ലൈൻ്റ് ആയി. ഇതാണ് നമ്മുടെ ആ ട്രൈപോഡ് പ്ലസ് സ്റ്റാൻഡ് വരുന്നുണ്ടോ, ട്രൈപോഡിൻ്റെ കണക്ട് ചെയ്യാനുള്ള സാധനം ഇവിടെ വരുന്നുണ്ട്. ഇതിൽ ബാറ്ററി ബാക്ക് ഒന്നും ഇല്ല, ഇതേ സാധനം തന്നെയാണ് നമുക്ക് ക്രിയേറ്റീവ് കോംബോ വാങ്ങിക്കുമ്പോൾ വലുതൊക്കെ ബാറ്ററി ബാക്ക് ഉള്ളത് കിട്ടുക. പിന്നെ നമ്മുടെ ലാൻയാർഡ്, പിന്നെ നമ്മുടെ മെയിൻ ക്യാമറ പ്ലസ് പ്രൊട്ടക്റ്റീവ് കവർ, അത് രണ്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് അവർ വരുന്നത് കേട്ടോ സാധനം. ഈ പ്രൊട്ടക്റ്റീവ് കവർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഈ സാധനത്തിൻ്റെ ഒരു ബാഗൊക്കെ കിട്ടും ക്രിയേറ്റീവ് കോംബോ, അതൊക്കെ നമുക്ക് 1500 രൂപയ്ക്ക് വേറെ സെപ്പറേറ്റ് വാങ്ങിക്കാൻ കിട്ടും. ഒഫീഷ്യൽ സാധനം തന്നെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, ഒഫീഷ്യൽ സാധനം തന്നെ. അപ്പോൾ നമുക്ക് മൈക്കും DJIൻ്റെ മൈക്കും അതുപോലെ തന്നെ ആ ബാഗും കൂടി ടോട്ടൽ ചിലവായി കഴിഞ്ഞാൽ ഒരു 9500 1000 രൂപയ്ക്ക് 10000 രൂപ മാക്സിമം പോയി കഴിഞ്ഞാൽ 10000 രൂപയ്ക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഈ ക്രിയേറ്റീവ് കോംബോ വാങ്ങിച്ചാൽ 20000 രൂപ എക്സ്ട്രാ കൊടുക്കണം. അപ്പോൾ നമുക്ക് 10000 രൂപ ലാഭമാണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ പറയാൻ കാരണം. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറ വരുന്നത്. അപ്പോൾ ഈ ഒരു പൗച്ചിലാണ് ഇത് വരുന്നത് കേട്ടോ, അവരുടെ തന്നെ ഒരു പൗച്ചിലാണ്. ഇതൊരു തൊടുമ്പോൾ ഒരു ലെതർ ഫിനിഷ് പോലത്തെ ഒരു സംഭവമൊക്കെ തോന്നുന്നുണ്ട്. ഞാനിതിൻ്റെ ലൈറ്റ് ഒന്ന് കൂട്ടട്ടെ. ലെതർ ഫിനിഷ് പോലത്തെ ഒരു സംഭവമൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് സാധനം എടുത്ത് നോക്കാം. ഇത് നല്ല ടൈറ്റാണ് കേട്ടോ. ഇത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് കുറേ സാധനങ്ങൾ വയ്ക്കാമല്ലോ. വൈഡ് ആംഗിൾ ലെൻസൊക്കെ നമുക്ക് സെപ്പറേറ്റ് വേറെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. 1500 രൂപയെന്നുണ്ട് വൈഡ് ആംഗിൾ ലെൻസിനും. അതൊക്കെ വയ്ക്കാനുള്ള ഒരു ഫോട്ടോ ഇവിടെ കാണാം. ഇതിൻ്റെ ക്വാളിറ്റി കൊള്ളാം കേട്ടോ. ഇത് പക്ഷേ ഇത് പ്ലാസ്റ്റിക്കാണ്, ഹാർഡ് പ്ലാസ്റ്റിക്കാണ്. പക്ഷേ പുറത്തത്തെ ഫിനിഷ് ഒരു റബ്ബറൈസ് ഫിനിഷ് പോലത്തെയാണ്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ചാർജ് ഉണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം വരുന്നത്, പോക്കറ്റ് 3. അതുപോലെ തന്നെ നമുക്ക് മെമ്മറി കാർഡ് ഇടാനുള്ള ഒരു സ്ലോട്ട് ഇവിടെ ഉണ്ട്. അത് നിങ്ങൾക്ക് അറിയാം, സ്ക്രീൻ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പൊളിച്ചവിടെ വെച്ചിട്ടുണ്ട് ഞാൻ. ചാർജ് ഉണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്കത് അറിയുന്ന പോലെ തന്നെ നമ്മുടെ ലെൻസും അതുപോലെ തന്നെ ഗിംബൽ വരുന്ന സംഭവമാണല്ലോ. അപ്പോൾ അത് DJIൻ്റെ മീമോ ആപ്പ് ത്രൂ കൺട്രോൾ ചെയ്ത് ഓണാക്കി നോക്കുക. അതാണ് വെറുതെ പൊന്തിച്ചാൽ മതി. ഓണായി കണ്ടു, DJIൻ്റെ ബ്രാൻഡിങ് വന്നു. അതവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, ഇംഗ്ലീഷ് സെറ്റപ്പ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ DJIൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഇത് ആക്ടിവേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ Vivo X200 Proയിലാണ് ഇത് ആക്ച്വലി വിവോൻ്റെ സംഭവം ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് ആക്ടിവേറ്റ് ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മുടെ ആക്ടിവേഷൻ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാധനം ക്യാമറ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ആപ്പിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കണ്ടു, അത് ഓൾറെഡി ആക്ടിവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട്, അവരുടെ സെർവറിൽ ഇൻഫർമേഷൻ തിരിച്ചിങ്ങോട്ട് വരണം. അത് കഴിഞ്ഞാൽ സാധനം ആക്ടിവേറ്റ് ആവട്ടെ. അപ്പോൾ നമുക്ക് ഈ ആപ്പിൽ DJI Mimo എന്ന ആപ്പ്, ഇത് ആക്ച്വലി പ്ലേ സ്റ്റോറിൽ ഇല്ല കേട്ടോ, ആപ്പിൾ സ്റ്റോറിലുണ്ട്, പ്ലേ സ്റ്റോറിലില്ല. നമുക്ക് അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം കേട്ടോ. ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പ്രൈമറി ഡിവൈസിൽ എൻ്റെ ബാങ്കിങ് സംഭവങ്ങളൊന്നുള്ള സാധനത്തിൽ ഞാൻ ഇട്ടിട്ടില്ല. എൻ്റെ സെക്കൻഡറിയിൽ ഇട്ടേക്കുന്നത് DJI Mimo. അത് പക്ഷേ സേഫാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ സാധനം ഓണായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനീഷ്യൽ സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അത് റൊട്ടേറ്റ് ചെയ്യുന്ന സാധനം തിരിച്ച് തലയിരിഞ്ഞ് വന്നു തുടങ്ങി. ഇത് ഭയങ്കര സ്മൂത്താട്ടോ. ബാറ്ററി ലെവൽ നമുക്കൊരു പകുതി 73% ഉണ്ട്. ഇതിൻ്റെ ക്വാളിറ്റി കണ്ടു, ഒരു രക്ഷയില്ലാത്ത ക്വാളിറ്റി ആട്ടാ. എൻ്റെ അമ്മോ, ഒരു രക്ഷയില്ലാത്ത ക്വാളിറ്റി. ഈ ഇതിൽ നമ്മുടെ ക്യാമറയിൽ കാണുന്ന അതേ ക്വാളിറ്റി കിട്ടുന്നുണ്ട്. അത് ഞാനൊന്ന് റെക്കോർഡ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഇത് സാധനം ഭയങ്കര ചെറുതാട്ടോ, വിചാരിക്കുന്ന പോലെയല്ല, അത്യാവശ്യം നല്ല ചെറുതാണ്. നമുക്ക് ആ സാധനം നമ്മുടെ എന്താ പറയുക ഓസ്മാക്റ്റീവ് ആക്ടിവേഷൻ ആയി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്കിവിടെ വേണ്ട, ക്യാൻസൽ. ആക്ടിവേഷൻ സക്സസ്ഫുൾ കണ്ടു.
നമുക്ക് ഗെറ്റ് സ്റ്റാർട്ടഡ് ആയിട്ടുണ്ട്. എൻജോയ് ലൈവ് വ്യൂ ഉണ്ട്, DJ മാപ്പ് ആ സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഡണ്ണ്. അപ്പോൾ നമുക്കൊരു ഫേംവെയർ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു 152 MB അതപ്പോൾ ഒരു ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇതിലേക്ക് ഷെയർ ആയിക്കോട്ടെ. അപ്പോൾ ഒരു ഫോൺ ഉണ്ടായാൽ മാത്രമാണ് ഈ സാധനം ആക്ടിവേറ്റ് ആക്കാൻ പറ്റുള്ളൂ. അതാണ് DJIൻ്റെ പ്രൊഡക്റ്റുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയാൻ വേണമെങ്കിൽ അതിനെ കോണെന്നും പറയാം. അതാണ് കുഴപ്പമില്ല. അപ്പോൾ ഇതിൽ നമ്മൾ SD കാർഡൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ നമുക്ക് ഇനി ഇതിൽ SD കാർഡ് ഇടണം. ഇത് ഓഫ് ചെയ്യണമെങ്കിൽ സാധനം തിരിച്ചാൽ മതിയിട്ടാ. ഓഫ് ചെയ്യുന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ അവിടെ ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ മോഡലും ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ലെൻസ് ഉള്ളിൽ കയറി പോയിട്ട് അത് തലയിരിഞ്ഞ് അങ്ങോട്ട് ഇരുന്നിട്ട്. അപ്പോൾ ഇതാണ് സംഭവം. ഒരു കുട്ടി റോബോട്ട് പോലത്തെ ഒരു സാധനമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ജോയ്സ്റ്റിക്ക് പോലത്തെ സംഭവമുണ്ട്. ഇതിൻ്റെ നിങ്ങൾ ഓൾറെഡി കുറേ വീഡിയോകളും സംഭവമൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഹൈലി എന്താ പറയുക, നിങ്ങൾ ബ്ലോഗിങ് നോർമൽ പിക്ചർ നിങ്ങൾക്ക് ആക്ച്വലി ഈ റൂമിലും വേണമെങ്കിൽ ഇത് നമ്മുടെ സ്റ്റുഡിയോ ക്യാമറ ആയിട്ട് ഉപയോഗിക്കാം. എന്നാൽ അത്ര ക്വാളിറ്റി ഉണ്ട്. 1 ഇഞ്ചിൻ്റെ സെൻസർ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ആക്ഷൻ 4 ആയാലും 5 ആയാലും നമുക്ക് ഇവിടെ അത്ര ക്ലാരിറ്റി കിട്ടില്ല. പ്രത്യേകിച്ച് നമ്മുടെ സ്റ്റുഡിയോയിൽ അല്ലെങ്കിൽ നല്ല ലൈറ്റ് വേണം. പുറത്തൊക്കെ കിടലുന്ന സാധനമാണ്. ഗോപ്രോ നിൻ്റെ അടുത്ത് കൂടെ ഒന്നും പോയില്ല. ഞാൻ ഗോപ്രോ ആദ്യം ഉപയോഗിച്ചിട്ട് പിന്നെ ഇത് ഉപയോഗിച്ച ശേഷം പിന്നെ ഞാൻ ഗോപ്രോ ഏരിയയിലേക്ക് പോയിട്ടില്ല. 9ഉം 10ഉം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഗോപ്രോ. അതിന് ശേഷം ഞാൻ പിന്നെ ഗോപ്രോ എടുത്തിട്ടില്ല. അപ്പോൾ DJIൻ്റെ ക്വാളിറ്റി കിടലുന്ന സാധനം ഉണ്ടാ പറയുമ്പോൾ ചൈനീസ് ആണെങ്കിലും പക്ഷേ അവന്മാർ ഒരു രക്ഷയില്ലാത്ത സാധനങ്ങളാണ്. മറ്റേത് ഗോപ്രോ എന്നൊക്കെ പറയുന്നത് അമേരിക്കാർ അവരുടെ ഗോപ്രോൻ്റെ കുഴപ്പം എന്താ വെച്ചാൽ സർവീസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. സെപ്പറേറ്റ് വേറെ വീഡിയോ ചെയ്യണം ഞാൻ പറഞ്ഞു വേണമെങ്കിൽ ചെയ്യാം. നിങ്ങൾക്ക് അറിയാം ആക്ഷൻ ക്യാമറയിൽ DJI വരുന്നുണ്ട്, Insta360 വരുന്നുണ്ട്, ഗോപ്രോ വരുന്നുണ്ട്. ഇതിൽ സർവീസ് എല്ലാം തേർഡ് പാർട്ടി ഏജൻസിയാണ് ഇന്ത്യയിൽ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് 1 ഇയർ വാറണ്ടിയിൽ അണ്ടറിലാണെങ്കിൽ നമുക്ക് മോസ്റ്റ്ലി 90% ഈ 3 നമുക്ക് റീപ്ലേസ്മെൻ്റ് ആണ് ചെയ്തു തരിക. സർവീസും ചെയ്ത് തരുന്നുണ്ട്. നമ്മൾ നമ്മൾ അയച്ചു കൊടുക്കണം. അങ്ങനെ അതെല്ലാത്തിനും സെയിം പരിപാടി തന്നെയാണ് കേട്ടോ. വാറണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗോപ്രോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർ സർവീസും ചെയ്യുന്നില്ല, റീപ്ലേസും ചെയ്തു തരില്ല. അതാണ് ഗോപ്രോൻ്റെ മെയിൻ പ്രോബ്ലം. പക്ഷേ DJIയും അതുപോലെ തന്നെ Insta360 റിപ്പയറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അതിനുശേഷം കൊടുക്കുന്നുണ്ട്. നിങ്ങൾ സർവീസ് ചെയ്താൽ മതി, അപ്പോൾ എമൗണ്ട് പേ ചെയ്താൽ മതി. പിന്നെ അത് മാത്രമല്ല DJIൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ അവർ അപ്ഗ്രേഡ് ചെയ്ത് കൊടുക്കും. നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ DJIയുടെ ആക്ഷൻ 4 ആണുള്ളത്, കംപ്ലൈൻ്റ് ആയി, അത് നമ്മൾ അയച്ചു കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് അവരോട് ചോദിക്കും, നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് കംപ്ലൈൻറ്റ് ശരിയാക്കണമെങ്കിൽ അതിൻ്റെ എമൗണ്ട് പേ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ നമ്മുടെ ആക്ഷൻ 4ൻ്റെയും 5 Pro ഇറങ്ങിയിട്ടുള്ളൂ ഇപ്പോൾ അതിൻ്റെയും ആ ഡിഫറൻസ് പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പുതിയ 5 Pro അയച്ചു തരും. അതാണ് അവരൊരു പോളിസി ഇട്ടാ. എന്താ വെച്ചാൽ ഇത് ഡയറക്ട്ലി DJI അല്ല ഹാൻഡിൽ ചെയ്യുന്ന ഇന്ത്യയിലൊന്നും. അതുകൊണ്ടാണ് പറയാൻ കാരണം. എന്ന് വെച്ചാൽ സർവീസ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സംഭവമാണ് ഈ സാധനത്തിലൊക്കെ. പ്രത്യേകിച്ച് ഈ Pocket 3യിലും അതുപോലെ തന്നെ ആക്ഷൻ ക്യാമറയിലും അത് അത്ര അധികം കുഴപ്പമില്ലെന്ന് ചോദിക്കാം. പക്ഷേ ആക്ഷൻ ക്യാമറയിലും നമ്മുടെ ഈ ബാക്കിലത്തെ ഗ്ലാസ്സൊക്കെ സുഖമായിട്ട് പൊട്ടാം നിലത്ത് പോകാൻ കഴിഞ്ഞാൽ. അത് റഫ് യൂസിന് വേണ്ടിയിട്ടുള്ളതാണല്ലോ. അപ്പോൾ അത്രയ്ക്കും സൂക്ഷിച്ച് ഉപയോഗിക്കുന്നൊന്നും കുഴപ്പമില്ല. അല്ലാതെ പക്ഷേ മോട്ടോ വ്ളോഗൊക്കെ ചെയ്യുന്നവർക്ക് സുഖമായിട്ട് അപ്പോൾ വേണമെങ്കിൽ പൊട്ടാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വാറണ്ടിയുടെ കാര്യം സൂക്ഷിച്ചിട്ട് ഗോപ്രോ എടുത്താൽ മതിയിട്ടാണ്. വാറണ്ടി ഉള്ളപ്പോൾ കുഴപ്പമില്ല. വാറണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ദൂരെ കളയാം. അപ്പോൾ ഞാനിതിൻ്റെ ഈ സാംസങ്ങിൻ്റെ 64GB Evo Plus എന്ന് പറഞ്ഞൊരു കാർഡാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്യട്ടെ കേട്ടോ. ഞാൻ പിന്നെ ഇത് നമ്മുടെ ഫേംവെയറൊക്കെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ ഫുട്ടേജ് വേണമെങ്കിൽ ലാസ്റ്റ് കൊടുക്കാം, നമ്മുടെ വീഡിയോയിൽ ലാസ്റ്റ് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ ഞാൻ ഫുള്ളി ഡെപ്തായിട്ടൊന്നും പോകുന്നില്ല. എന്ന് വെച്ചാൽ പുതിയ സാധനം എല്ലാവരും കണ്ടിരിക്കും. സാധനം എന്താ വെച്ചാൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സാധനമാണ്. ഞാൻ അതിൻ്റെ വീഡിയോ ഫുട്ടേജ് നമ്മുടെ സ്റ്റുഡിയോയിൽ എടുത്ത വീഡിയോ ഫുട്ടേജ് ഞാൻ ലാസ്റ്റ് കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസ് വന്നിട്ട് പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, വിളിക്കാൻ വിളിക്കൊന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് പോകുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ഇത് വാങ്ങിക്കാനുള്ള ലിങ്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മറക്കണ്ട. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് അജയ്. ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മുടെ ടെക്കിലും ഫിനാൻസിലും എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ് കേട്ടോ. അടുത്ത വീഡിയോയിലാണ്. ബൈ. ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണെന്ന് പറയാം കേട്ടോ. ഇതപ്പോൾ ഞാൻ ട്യൂബ് ലൈറ്റില്ല നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൻഡോറാണ്, വേറെ ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഒരു ഡെമോന് വേണ്ടിയിട്ട് ഞാൻ എടുത്ത് നോക്കിയതാണ് കേട്ടോ. സെപ്പറേറ്റ് വേണമെങ്കിൽ വേറെ വഴി നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. സൗണ്ട് നമ്മൾ എക്സ്ട്രാ മൈക്കും കാര്യമൊന്നും വെച്ചിട്ടില്ല, ഡയറക്റ്റ് ഇതിൽ നിന്ന് തന്നെ കിട്ടുന്നത്. ഞാൻ ഒരിക്കലും ഇട്ടേക്കുന്നത് സാംസങ്ങിൻ്റെ Evo Plus എന്ന കാർഡാണ്. പക്ഷേ ഈ കാർഡ് പോരാ, അതിന് എക്സ്ട്രീം പ്രോ അല്ലെങ്കിൽ എക്സ്ട്രീം വേണം. അപ്പോൾ ഇതിൽ ഇടയ്ക്കിടയ്ക്ക് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ ആക്ഷൻ 4ൽ ഞാൻ എക്സ്ട്രീം ആയിട്ടാണ് ശരിയാണ് ഓർഡർ ചെയ്ത്. ഇനിയിപ്പോൾ സെപ്പറേറ്റ് ഞാൻ മറ്റേ എക്സ്ട്രീം പ്രോ ഓർഡർ ചെയ്തിട്ടുണ്ട്. ആമസോൺ നാളെ വരും. അപ്പോൾ നിങ്ങൾ ആക്ഷൻ ക്യാമറ വാങ്ങിക്കുമ്പോൾ എക്സ്ട്രീം അല്ലെങ്കിൽ എക്സ്ട്രീം പ്രോ വാങ്ങിച്ചാൽ മതിയിട്ടാണ്. ബാക്കിയൊക്കെ സപ്പോർട്ടിങ്സ് കുറവാണ്. ഇടയ്ക്കിടയ്ക്ക് സ്ലോ, ഇടയ്ക്കിടയ്ക്ക് ഡാമേജ് ഒരു ഇഷ്യൂ. അപ്പോൾ അത് കാശ് ലാഭിച്ചിട്ട് റൈറ്റ് സ്പീഡും റീഡ് സ്പീഡും കുറവുള്ളത് നോക്കി വാങ്ങിക്കണ്ട കേട്ടോ. ഞാൻ ആമസോണിൽ റേറ്റ് കുറഞ്ഞിട്ട് എനിക്കൊരു ഓഫറും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അത് നോക്കി വാങ്ങിച്ചാണ്. അതിന് പക്ഷേ അത്യാവശ്യം കുറച്ച് സ്പീഡ് ഉണ്ടാകും. പക്ഷേ എക്സ്ട്രീം പ്രോൻ്റെ അത്ര ഇല്ല സ്പീഡ്. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.